ഈ കാണുന്നത് ഇൻടാൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെർബിവോർ വേഫേഴ്സാണ്. അതായത് വെജിറ്റേറിയൻ വേഫേഴ്സാണ്, വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന ടൈപ്പാണ്. ഇതെൻ്റെ ബ്രദർ വാങ്ങിയതാണ് സക്കർ കാറ്റ് ഫിഷുകൾക്ക് കൊടുക്കാനായിട്ട്. ആൾ ഈ അടുത്ത് കുറച്ച് സക്കർ കാറ്റ് ഫിഷുകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട്, അതായത് സ്പെഷ്യൽ ഫീഡായിട്ട് വാങ്ങിയതാണ്. എന്നെപ്പോലെ തന്നെ ബ്രദറും ആളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ബാൽക്കണിയിൽ ചെറിയ രീതിയിൽ മീനുകളെ വളർത്തുന്നുണ്ട്. ക്രേറ്റുകളിലൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ ഈ സക്കർ കാറ്റ് ഫിഷുകളൊക്കെ നമ്മൾ വാങ്ങി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ ഔട്ട്ഡോർ ടാങ്കുകളിൽ വളർത്തുമ്പോൾ അതിനകത്ത് നിറച്ച് ആൽഗെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ മറ്റ് മീനുകൾക്കായിട്ട് കൊടുക്കുന്ന ഫുഡിൻ്റെ ബാക്കിയും കാര്യങ്ങളും, പിന്നെ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് പെല്ലറ്റ്സ് ആണ് ഇട്ട് കൊടുക്കാറുള്ളത് ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ. അപ്പോൾ സക്കർ കാറ്റ് ഫിഷുകളും മുകളിൽ വന്നിട്ട് അത് കഴിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ബ്രദർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ പെല്ലറ്റൊക്കെയാണ് ആൾ ഫീഡ് ചെയ്യുന്നത്, ഗപ്പികൾക്കും പ്ലാറ്റികൾക്കും ഒക്കെ ഇട്ട്. അതൊക്കെയാണ് ആൾ ക്രേറ്റുകളിൽ ഇട്ടേക്കുന്ന മീനുകൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗപ്പികളും പ്ലാറ്റികളൊക്കെ വന്ന് കൂടുതലും കഴിച്ചു പോകും. അപ്പോൾ ഈ സക്കർ കാറ്റ് ഫിഷ് ആണെങ്കിൽ കുറച്ച് വലിയ സൈസാണ്. അതായത് ഗപ്പികളെ അപേക്ഷിച്ച് അതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ സൈസ് ഉണ്ട് ഞാൻ മുമ്പ് കണ്ടതിന്. ഇപ്പോൾ പുതിയത് വാങ്ങിയതിൻ്റെ സൈസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ സക്കർ കാറ്റ് ഫിഷുകൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് തീർച്ചയായിട്ടും ആ ഒരു ക്രേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബോക്സിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സക്കർ കാറ്റ് ഫിഷുകൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള വേഫേഴ്സ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് വാങ്ങി കൊടുക്കാവുന്നതാണ്. ഇത് വേഫർ ഫോമിൽ വരുന്നതാണ്. അതായത് കുറച്ച് തിന്നായിട്ടുള്ള വേഫറുകളാണ്, വട്ടത്തിലാണ്, പക്ഷേ തിന്നാണ്. അതിനാണ് വേഫർ എന്ന് പറയുന്നത്. അതേസമയം ടാബ്ലറ്റ് ഫോമിലും ഇത് ഇറങ്ങുന്നുണ്ട്. ഇത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതാണ്. അപ്പോൾ ഈ മീനുകളെല്ലാം ബോട്ടം ഫീഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ സക്കർ കാറ്റ് ഫിഷുകളൊക്കെ ഈസി ആയിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇത് സക്കർ കാറ്റ് ഫിഷ് അല്ലെങ്കിൽ പ്ലക്കോ കാറ്റഗറിയിൽപ്പെട്ട മത്സ്യങ്ങൾക്ക് മാത്രമല്ല, കോറിഡോറുകൾ, അങ്ങനെ അടിയിൽ നടക്കുന്ന ലോച്ചുകൾ പോലുള്ള മീനുകൾക്കൊക്കെ കൊടുക്കാം. അതായത് ബോട്ടം ഫീഡേഴ്സ് ആയിട്ടുള്ള എല്ലാ മീനുകൾക്കും ഇത്തരത്തിലുള്ള ഫുഡുകൾ ഫീഡ് ചെയ്യും. ഇത് കൂടാതെ നമ്മുടെ ഗപ്പി, പ്ലാറ്റി, മോളി അത്തരം മീനുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ചെറിയ ഈ സീബ്ര, ടൈഗർ ബാർബ് അതുപോലെയുള്ള ചെറിയ മീനുകളും ഇത്തരം ഫുഡുകൾ കഴിക്കും. ഈ ഫുഡിൻ്റെ കണ്ടൻറ്റ് വെച്ച് ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകൾക്കും ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അക്വേറിയത്തിലൊക്കെ വളർത്തുന്ന ചെറിയ മീനുകൾക്കൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് സിങ്കിങ് പെല്ലറ്റാണ്, അതായത് സിങ്കിങ് വേഫറാണ്. അപ്പോൾ താഴ്ന്നു പോകുന്നതാണ്, അല്ലാതെ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്നതല്ല. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇത് വെജിറ്റേറിയൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലത്തെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആൽഗെ മെയിനായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പിരുലിന എന്ന് പറയുന്ന ആൽഗയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ നല്ല ഗ്രീൻ കളറിലിരിക്കുന്നത്. അത് കൂടാതെ കുറേ വെജീസൊക്കെ എഴുതിയിട്ടുണ്ട്, ക്യാരറ്റ്, അങ്ങനെ വെജിറ്റബിൾ ലിസ്റ്റ് കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീറ്റ് മീൽ, സോയ് ലെസിത്തിൻ, പിന്നെ കളർ കൂടാനായിട്ട് ലാസ്റ്റക്സാന്തി എന്ന് പറയുന്ന സംഭവം, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവർ ഈ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. ടാബ്ലറ്റ് അല്ല, വേഫറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ടാബ്ലറ്റ് ആണെങ്കിൽ നമ്മുടെ സാധാരണ ഗുളിക പോലെ കുറച്ച് തിക്കായിട്ടായിരിക്കും വരുന്നത്. ഇത് വേഫറാണ്. ടാബ്ലറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഈ ബോക്സിൽ തന്നെ ടാബ്ലറ്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക, അതായത് സിങ്കിങ് ടാബ്ലറ്റ്സ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇത് സിങ്കിങ് വേഫറാണ്, അതുകൊണ്ടാണ് കുറച്ച് തിന്നായിട്ടിരിക്കുന്നത്. ഇത് 2 സൈസിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേഫറിൻ്റെ സൈസ് 3 mm ആണ്. ഇത് 1 mm വരുന്നുണ്ട്. അതായത് ഇത് 3 mm സൈസാണ്. ബോക്സിൽ അവർ ബിഗ് എന്ന് എഴുതിയിട്ടുണ്ട്, എന്നിട്ട് 3 mm എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു സൈസ് കണ്ടത് സ്മോളാണ്, സ്മോൾ 1 mm എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലക്കോ പോലത്തെ അല്ലെങ്കിൽ ലോച്ചുകൾ പോലത്തെ ബോട്ടം ഫീഡേഴ്സ് അല്ലാത്ത മീനുകൾക്കൊക്കെ നമ്മൾ സാധാരണ മെജോറിറ്റി ആൾക്കാർ ഫീഡ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പെല്ലറ്റ്സ് ആയിരിക്കും. പിന്നെ സിങ്കിങ് പെല്ലറ്റ്സും വരുന്നുണ്ട്, അതും ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന വേഫേഴ്സും അതുപോലെ തന്നെ ടാബ്ലറ്റ്സും സ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ഫീഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്ലക്കോ പോലുള്ള ബോട്ടം ഫീഡേഴ്സ് ആയിട്ടുള്ള മീനുകൾക്ക് നമുക്ക് ഇതുപോലത്തെ ഹെർബിവോറസ് അല്ലാത്ത സ്റ്റിക്കുകൾ ഇറങ്ങുന്നുണ്ട്. സിങ്കിങ് ടാബ്ലറ്റ്സും അതുപോലെ തന്നെ പെല്ലറ്റ്സും വരുന്നുണ്ട്, അത് ഫീഡ് ചെയ്യാം. ഇത് കൂടുതലും വെജിറ്റേറിയൻ ആണ്. കാരണം ഈ പ്ലക്കോ പോലുള്ള മത്സ്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ അതായത് സീരിയസ് ആയിട്ട് വളർത്തുന്നവരൊക്കെ കൂടുതലും വെജിറ്റേറിയൻ ഫുഡുകൾ ഫീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കുക്കുംബർ, അതുപോലെ ഈ പംകിൻ പോലുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലക്കോകൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. അവർ നല്ല രീതിയിൽ അത് കഴിക്കുകയും ചെയ്യും. ഇത്തരം മീനുകൾ കൂടുതലും ഈ ആൽഗെ പോലത്തെ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വേഫേഴ്സ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഇത്തരം മീനുകൾക്ക് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 70 ഗ്രാമാണ്. ഇതിൻ്റെ പ്രൈസ് 230 രൂപയാണ് ഞാൻ ആമസോണിൽ കണ്ടത്. സ്പെസിഫിക് ആയിട്ട് 227 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് പല സൈസിൽ വരുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു വേഫറിൻ്റെ സൈസ് മാത്രമല്ല, ഈ ഒരു കണ്ടെയ്നറും പല സൈസിൽ വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ 70 ഗ്രാം, പിന്നെ തീരെ ചെറിയ കണ്ടെയ്നർ, പിന്നെ 500 ഗ്രാം, 1 കിലോ, അങ്ങനെ പല സൈസിൽ വരുന്നുണ്ട്. പിന്നെ ഇവർ ഇതുകൂടാതെ വേറെ എന്തൊക്കെ പെല്ലറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ടെന്ന് അത് ഇറക്കിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കുറേ വെറൈറ്റികൾ ഇറങ്ങുന്നുണ്ട്. അരബാന പെല്ലറ്റ്സ്, അതുപോലെ സിക്ലിഡ്, അതുപോലെ കുറേ കണ്ടു ഞാൻ പല രീതിയിലുള്ളത്. ഏഞ്ചൽ, ഗപ്പി, ബീറ്റ ഫിഷ്. ഇത് ഞാൻ അക്വേറിയം ഷോപ്പുകൾ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം കുറച്ച് നാൾ മുമ്പ് ഞാൻ പലതരത്തിലുള്ള ഈ ഫുഡിൻ്റെ ബ്രാൻഡ്സിൻ്റെ ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അക്വേറിയം ഷോപ്പുകളിൽ. അപ്പോൾ ഇതവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അക്വേറിയം ഷോപ്പുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്ത ഈ സംഭവം അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾ ഈ ഒരു സംഭവം അക്വേറിയം ഷോപ്പുകളിൽ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്.
എൻ്റെ ബ്രദർ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആമസോൺ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെർബിവോർ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ വേഫേഴ്സ് ഈ പ്ലക്കോ പോലുള്ള, അതായത് ഈ വെജിറ്റേറിയൻ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന മീനുകളെ ടാർഗറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള മീനുകളെ അക്വേറിയങ്ങളിലൊക്കെ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫുഡ് വളരെ സ്യൂട്ടബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാനൊക്കെ വളർത്തുന്ന ഔട്ട്ഡോർ ടാങ്കുകൾ പോലെ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് ആൽഗെ അടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ആൽഗെ ഔട്ട്ഡോർ ടാങ്കുകളിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റ് കാര്യങ്ങളൊക്കെ അവർ ഒന്ന് കഴിക്കും. അതേസമയം നമ്മൾ അക്വേറിയങ്ങളിലും ഈ ക്രേറ്റുകളിലൊക്കെ വളർത്തുമ്പോൾ ഇവർക്ക് നാച്ചുറലായിട്ട് ആൽഗെ കഴിക്കാൻ കിട്ടുന്നതൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആൽഗെ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ആൽഗെ വേഫേഴ്സ് വാങ്ങി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ബോട്ടം ഫീഡേഴ്സ് ആയിട്ടുള്ള മീനുകൾക്ക് ഇതുപോലെ സിങ്കിങ് പെല്ലറ്റ്സ് അല്ലെങ്കിൽ സിങ്കിങ് വേഫേഴ്സ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അക്വേറിയം ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ആമസോൺ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഇൻടാൻ എന്ന് പറയുന്നത് ഗ്രോവലിൻ്റെയാണ്. ഗ്രോവൽ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ പുറകിൽ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ, കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ, ഗ്രോവൽ ഫീഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.